തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ജനവികാരത്തിന്റെ ഒരു പ്രതിഫലനമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല മേഖലകളിലും ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അവർ പലപ്പോഴായി ഭരണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ കാണുന്നതിൽ തക്ക സമയത്ത് സ്വീകാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം ഈ ഭരണവിരുദ്ധ വികാരം പോലെ ജനങ്ങളുടെ വികാരം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് മറ്റ് രണ്ട് മുന്നണികൾക്കും ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് UDF അത്തരത്തിലൊരു ഒരു വലിയ വിജയം സമ്മാനിക്കുന്നതും അതുപോലെ NDA അത്തരത്തിൽ വിജയിച്ചു നിൽക്കാനുള്ള കാരണവും. അപ്പൊ അത് ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങള്, അവരുടെ പ്രതിസന്ധികള്, പ്രതികൂല സാഹചര്യങ്ങള്, അതിനൊക്കെ വേണ്ട വിധത്തിൽ ചെവി കൊടുത്തിരുന്നെങ്കിൽ, വേണ്ട വിധത്തിൽ അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഭരണ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ അത് കാര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ജനവികാരം തിരിച്ചൊഴുകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഒരു ഭരണവിരുദ്ധ വികാരമായിട്ടേ പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ജനങ്ങളുടെ പൊതുവികാരം. ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഏക മാർഗം എന്ന് പറയുന്നത് ഈ വോട്ടാണ്. ആ വോട്ടിലൂടെ അവർ പ്രതികരിക്കുമെന്നുള്ളതിനെ തെളിവായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്.